ഹലോ. അപ്പോൾ ഇന്നും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ ചോറാണ്. ചോറ് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് ചോറെടുത്തിട്ട് നന്നായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടോ. ഇനി ഒരു 1/2 കപ്പ് ഗോതമ്പിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി, രണ്ടും ഒരേപോലെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. കുഴക്കുന്ന ടൈമിൽ കുറച്ചൊക്കെ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കൂട്ടോ. നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. ഇനി ഇതേപോലെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളത് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത്. തേച്ചതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ 2 ഭാഗം മടക്കിയെടുക്കുക. എന്നിട്ട് മടക്കിയ ഭാഗത്ത് വീണ്ടും നമ്മൾ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവറോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. വീണ്ടും പൊടി ഇട്ടിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് എല്ലാം അതേപോലെ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മളിത് പരത്തിയെടുക്കുന്നത് 2 ഭാഗത്തും എണ്ണ ആക്കിയിട്ടാണ്. 2 ഭാഗത്തും ഞാൻ ബട്ടറാണ് തേച്ച് കൊടുത്തത്. ഇനി നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. തീരെ കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.